അങ്ങ് ഏതോ കമ്പനിയുടെ CSR ഫണ്ട് ഉണ്ടെന്നും പാതി തന്നാൽ കുക്കറും സ്കൂട്ടറും തരാമെന്ന് പറഞ്ഞ 1000 കോടിയിലേറെ രൂപ മലയാളികളുടെ പറ്റിച്ച കേസിൽ ED കുറ്റപത്രം കൊടുത്തിരിക്കുന്നു. പാതിവില തട്ടിപ്പ് കേസിൽ കുറ്റപത്രം സംഭരിച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അനന്തകൃഷ്ണനും K ആനന്ദകുമാറുമാണ് കേസിലെ പ്രതികൾ. കലൂർ PMLA കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. 2025 ഫെബ്രുവരിയിലാണ് സംഭവത്തിൽ ഈ പറഞ്ഞതുപോലെ കള്ളപ്പണ വെളുപ്പിക്കൽ നിയമപ്രകാരം ED കേസെടുത്തത്. ഒരു വർഷം തികയാറാകുമ്പോഴാണ് കുറ്റപത്രം സമർപ്പിച്ചത്. അടുത്ത കാലത്ത് കേരളത്തെ ഞെട്ടിച്ച ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പ് കേസായിരുന്നു പാതിവില തട്ടിപ്പ്. പകുതി വിലയ്ക്ക് ഇരുചക്ര വാഹനങ്ങളും ലാപ്ടോപ്പും തയ്യൽ മിഷനും വാഗ്ദാനം ചെയ്ത് സാധാരണക്കാരായ ജനങ്ങളുടെ കയ്യിൽ നിന്നും കോടികളാണ് പിരിച്ചെടുത്തത്. 14 ജില്ലകളിൽ നിന്നായി 1000-ലധികം പരാതികളാണ് പുറത്തു വന്നത്. കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് പുറമെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ക്രൈംബ്രാഞ്ചും അന്വേഷണം നടത്തി. 2 പ്രതികളാണ് അറസ്റ്റിലായത്. ED അന്വേഷണത്തിന്റെ കുറ്റപത്രമാണ് ഇന്ന് കോടതിയിൽ സമർപ്പിച്ചത്. CSR ഫണ്ട് ഉപയോഗിച്ച് പാതി വിലയ്ക്ക് സ്കൂട്ടറും ലാപ്ടോപ്പ് അടക്കമുള്ളവ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പിന് തുടക്കം. ആദ്യഘട്ടത്തിൽ പണം നൽകിയവർക്ക് സാധനങ്ങൾ നൽകി വിശ്വാസ്യത ഉറപ്പിച്ചു. സീഡ് സൊസൈറ്റികളും ചാരിറ്റി സംഘടനകളും രൂപീകരിച്ചായിരുന്നു പിന്നീട് തട്ടിപ്പ്. 14 ജില്ലകളിൽ നിന്നായി 1400-ലധികം പരാതികളാണ് പോലീസിന് ലഭിച്ചത്. അന്വേഷണത്തിനായി സർക്കാർ ക്രൈംബ്രാഞ്ച് SP-യുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. അനന്തകൃഷ്ണൻ, സായിഗ്രാം ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ K ആനന്ദകുമാർ എന്നിവരെ SIT അറസ്റ്റ് ചെയ്തു. പെട്ടെന്നാണ് അന്വേഷണ സംഘത്തിന് മേൽ സർക്കാരിന്റെ ഇടപെടലുണ്ടാകുന്നത്. SIT തലവൻ SP സോജനെ വിജിലൻസിലേക്ക് സ്ഥലം മാറ്റി. ഇനി പ്രത്യേക അന്വേഷണ സംഘം വേണ്ട എന്നും അതാത് ക്രൈംബ്രാഞ്ചുകൾ അന്വേഷിച്ചാൽ മതിയെന്നുമായിരുന്നു സർക്കാർ നിലപാട്. കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട കേസിലാണ് EDയുടെ രംഗപ്രവേശം. 2 പ്രതികളെയും ജയിലിലെത്തി വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷമാണ് ED ഇന്ന് കുറ്റപത്രം സമർപ്പിച്ചത്. അനന്തകൃഷ്ണന്റെ പേരിലുള്ള 4.5 കോടി രൂപയുടെ സ്വത്തുക്കളും ED കണ്ടുകെട്ടിയിട്ടുണ്ട്. വീടും വസ്തുവും പണയപ്പെടുത്തി ആയിരക്കണക്കിന് മനുഷ്യരാണ് പണം നൽകിയത്. ഇതിൽ ഭൂരിഭാഗവും സ്ത്രീകളായിരുന്നു. എത്ര കോടി തട്ടിച്ചു എന്നതിൽ ഇതുവരെയും കൃത്യതയില്ല. ഈ സാഹചര്യത്തിലാണ് കേസിൽ ED കൂടി പിടിമുറുക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.